ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാനാണ്. ഞാൻ നൈറ്റി മെറ്റീരിയൽസ് എടുക്കാറുള്ളത് സാധാരണയായി എറണാകുളം ബ്രോഡ്വേയിലുള്ള മുംബൈ പ്രിൻസ് എന്ന ഷോപ്പിൽ നിന്നാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ മെറ്റീരിയൽസ് എടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ അധികം ചേച്ചിമാർ എന്നെ വിളിച്ചായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഇപ്പോൾ മെറ്റീരിയൽസ് എടുക്കാൻ പോകുന്ന ഷോപ്പിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഇതെങ്ങനെ ചെയ്യണം, ഇതെല്ലാം എങ്ങനെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ സെയിൽ ചെയ്യും എന്നൊക്കെ ചോദിച്ചു കുറേ അധികം ചേച്ചിമാർ വിളിച്ചായിരുന്നേ. കണ്ണൂർ, മലപ്പുറം, ട്രിവാൻഡ്രം, കോട്ടയം, കരുനാഗപ്പള്ളി, പിന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ആലുവ, അങ്ങനെ കുറച്ചധികം ചേച്ചിമാർ വിളിച്ചായിരുന്നു. അവർക്കൊക്കെയുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. പലർക്കും സ്റ്റിച്ചിങ് അറിയാം, പക്ഷെ ഇതെങ്ങനെ തുടങ്ങണമെന്ന് പലർക്കും അറിയില്ല. ഇത് തുടങ്ങിയിട്ട് ഇതെങ്ങനെ സെയിൽ ചെയ്യും, മെറ്റീരിയൽസ് എങ്ങനെ എടുക്കും, മെറ്റീരിയൽസ് എടുക്കാനുള്ള ഷോപ്പ് ചിലപ്പോൾ അവരുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 വർഷത്തിൽ കൂടുതലായി ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൂടുതലും ചെയ്യാറുള്ളത്. ഞാൻ സാധാരണയായി മെറ്റീരിയൽസ് എടുത്തു കൊണ്ടുവന്നിട്ട് അത് സ്റ്റാറ്റസാക്കി വെക്കുമ്പോഴത്തേക്കും ഇപ്പം ആര് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നൈറ്റി വേണ്ടവർക്ക് നൈറ്റി, മാനസി കട്ട് നൈറ്റി, പിന്നെ ചുരിദാർ ടോപ്പ്, എയർലൈൻ ടോപ്പ്, അംബർല ടോപ്പ്, ഫ്രോക്ക് നൈറ്റി, അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണയായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഏത് രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനാണോ പറയാറുള്ളത് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ അളവിൽ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഒരു ഓൾട്രേഷൻ ചെയ്യേണ്ടി വന്നില്ല. അത് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കണത്, അപ്പോൾ ആ അളവിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ അതിന് എത്രയൊക്കെ ചാർജ് ഈടാക്കും, എത്ര ചാർജ് മേടിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങാനായിട്ട് ആരും മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടാണെങ്കിലും മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള ചേച്ചിമാർ ഒക്കെ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മൾ ആളുകളോട് പറഞ്ഞാലേ ആളുകൾ അറിയുള്ളൂ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. നമ്മളെല്ലാവരോടും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വരാൻ പോണില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയും ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കുറച്ച് ചേച്ചിമാർ എടുത്ത് വെച്ചിരുന്ന നൈറ്റി മെറ്റീരിയൽസാണിത്. ഇതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു ചേച്ചി ഒരു കൊച്ചിന് ഫ്രോക്ക് തയ്ക്കാനും ഉള്ള ഡിസൈനാണ് ആ ലോട്ടസ് ഡിസൈൻ വരുന്നത്. പിന്നെ 2 അംബർല ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ഒരു പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ ഇത് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 4 മാനസി കട്ട് നൈറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതെൻ്റെ ചേച്ചി, അതായത് എൻ്റെ അമ്മായിയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് റിലേഷനിൽ നിന്ന് തന്നെ എനിക്ക് ഓർഡർ കിട്ടാറുണ്ട് കൂടുതലും. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തുള്ള ചേച്ചിമാരുടെ കയ്യിൽ നിന്നും എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. ചേച്ചിയുടെ ബന്ധുക്കാർ, അങ്ങനെയൊക്കെ എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കസ്റ്റമർ, അതായത് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച നൈറ്റികളാണ്. മാനസി കട്ട് നൈറ്റി, ഒരു ചേച്ചിക്ക് 3 മാനസി കട്ട് നൈറ്റി, പിന്നെ ഇത് വേറൊരു ചേച്ചിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ ഇത് എൻ്റെ പിള്ളേർ പഠിച്ച അംഗനവാടിയിലെ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തതാണ്. ടീച്ചറിന് ഞാൻ മെറ്റീരിയലിൻ്റെ പിക്ക് അയച്ചു കൊടുത്ത് ടീച്ചർ അങ്ങനെ സെലക്ട് ചെയ്ത് 4 മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അത് തയ്ച്ചതാണിത്. ചുരിദാർ കട്ട് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തത്. ടീച്ചറിനും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ എന്നോട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തയ്യൽ കിട്ടണുണ്ട്. പിന്നെ ഇതൊരു ഫ്രോക്ക് നൈറ്റി. ഇത് നീലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ്. നല്ല കട്ടിയുണ്ട്, GSM കൂടിയ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ യോക്കിനും ഫ്ലവർ ഡിസൈൻ വെച്ചപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട്. പഫ് സ്ലീവാണ് വെച്ചേക്കണേ. ഞാൻ ഇങ്ങനത്തെ പഫ് സ്ലീവ് ഇതുവരെയും വെച്ചിട്ടില്ല. ഞാൻ കൂടുതലും ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പഫ് സ്ലീവാണ് വെച്ചേക്കണേ. അപ്പോൾ ഇത് ഞാൻ ആ തുണി കൊണ്ട് തന്നെ ഒന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തുടങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോ.